തീർച്ചയായിട്ടും ഇത്തരം പ്രതീകാത്മകമായ സമ്മേളനങ്ങൾ രാഷ്ട്രീയത്തിൽ വലിയ പങ്കുവഹിക്കാറുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും ഒരു നിരീക്ഷണം. പക്ഷേ അത് എത്രത്തോളം ഫലം കാണും എന്ന് നമുക്ക് നിശ്ചയമില്ല. ഞാൻ രണ്ട് സെഷനുകളെക്കുറിച്ച് പറയാം. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ 1924 അന്നത്തെ ബൽഗാം, ഇന്നത്തെ ബൽഗാവി, അന്നത്തെ ബൽഗാം സെഷനിൽ ഗാന്ധിജി പങ്കെടുക്കുന്ന സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ ചില സമാനതകളുണ്ട്, ചില വ്യത്യാസങ്ങളുമുണ്ട്. സമാനതകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 1924 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസം വരെ ഗാന്ധിജി ഒരു നീണ്ട ഫാസ്റ്റിങ്ങിലായിരുന്നു. ആ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം സംഘടനത്തെ തുടർന്ന് രാജ്യത്ത് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ആ ഹിന്ദു മുസ്ലിം മതമൈത്രിക്ക് വേണ്ടി ഗാന്ധിജി ഫാസ്റ്റിംഗ് കിടന്നതിന് ശേഷമാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത്. വളരെ കുറച്ചു കാലം മാത്രമേ ആ പദവിയിൽ അദ്ദേഹം ഇരുന്നിട്ടുള്ളൂ. ഒരു വർഷം പൂർണ്ണമായിട്ടും ഇരുന്നിട്ടുമില്ല. അദ്ദേഹം 1924 ഡിസംബർ മുതൽ 1925 ഏപ്രിൽ വരെയോ മറ്റുമാണ്. വളരെ കുറഞ്ഞ കാലമാണ്. ആ സമയത്താണ് ബൽഗാമിലെ സെഷൻ കൂടുന്നത്. ആ ബൽഗാം സെഷനിൽ ഗാന്ധിജി പങ്കെടുക്കുമ്പോൾ ഗാന്ധിജിയുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന്, എങ്ങനെയാണ് ഈ ഹിന്ദുമത മൈത്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാവുക. രണ്ട്, തൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ ഗാന്ധിജി വിശദീകരിക്കുന്നത് ഈ ബൽഗാം സെഷനിലാണ്. ഒന്ന്, നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയത്തെ കൂടുതൽ ആധികാരികമായി അവതരിപ്പിക്കുന്നതിനോടൊപ്പം അതിനെ സ്വരാജുമായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സ്വരാജിനെക്കുറിച്ചും നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചുമുള്ള കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നത് ഈ മൂവ്മെൻറ്റിലാണ്. ഒപ്പം ഗാന്ധിജി വളരെ ശ്രദ്ധേയമായൊരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബൽഗാം സെഷൻ അത് ഈ കോൺഗ്രസിൻ്റെ സംഘാടകർ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വരാൻ പോകുന്ന പദയാത്രയും ജനങ്ങളുമായി സംവദിക്കാനുമുള്ള തീരുമാനമൊക്കെ ഈ പാർട്ടി എടുക്കുന്നത് ആ ആശയത്തിൻ്റെ പുറത്താണ്. എന്തെന്ന് വെച്ചാൽ ആ സമ്മേളനത്തിലാണ് ഗാന്ധിജി പറയുന്നത്, ഇതൊരു പാർട്ടിയല്ലാതായി മാറുക എന്നൊരാശയം ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊരു മൂവ്മെൻ്റായിട്ട് മാറണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഒരു ആന്തോളനായി മാറുക, ഒരു സാർവജനിക് സമാജമായിട്ട് ഇതിനെ മാറ്റണം. അതിനുവേണ്ടി പാർട്ടിക്കപ്പുറത്തേക്ക് ഈ സംഘടന വളരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമുദായ സംഘടന എന്ന നിലയിലല്ല, ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിലല്ല, ഒരു മൂവ്മെൻറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കുന്നത് ഈ 1924 സെഷനോട് കൂടിയായിരിക്കണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ജോഡോ യാത്രയുടെ സമയത്ത് നമ്മൾ പരീക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് നമുക്കറിയാവുന്നതുപോലെ അന്ന് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഒരുപാട് പുതിയ സാമൂഹ്യ സംഘടനകൾ അതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നുണ്ട്, NGOs അതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പിന്നീട് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഭാരത് ജോഡോ യാത്ര ഭാഗികമായി വിജയിച്ചു എന്നതാണ് എൻ്റെ നിലപാട്, എന്നാൽ പൂർണ്ണമായും വിജയിച്ചതുമില്ല. കാര്യം അതിനോടൊപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളെ, വിവിധ സംഘടനകളെ, NGOസിനെയൊന്നും ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഉൾച്ചേർക്കാൻ സാധിക്കാതെ പോയി. 1924 ഗാന്ധിജി വിഭാവനം ചെയ്തതും ഒരു രാഷ്ട്രീയ പാർട്ടിക്കപ്പുറത്തേക്ക് ഇന്ത്യൻ ജനതയുടെ സ്പന്ദനം അറിയാൻ കഴിയുന്ന ഒരു മൂവ്മെൻറ്റായി, ഒരു പ്രസ്ഥാനമായിട്ട് മാറാൻ കഴിയുമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ വിപ്ലവമായിരുന്നു ആ സാഹചര്യത്തിൽ. പക്ഷേ ഒരു പരിധിക്കപ്പുറം അതിന് സാധിക്കാതെ പോയി. നമുക്കറിയാം 1924 അതിനുശേഷം നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. സൈമൺ കമ്മീഷൻ വരുന്നത്, അതിനുശേഷം 28 അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള സമരപ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നത്, 29-30 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സിവിൽ ഡിസൊബീഡിയൻസ് ഉണ്ടാവുന്നത്. ഈ സമയത്താണല്ലോ അദ്ദേഹം ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. ആ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദണ്ഡി യാത്രയാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു സംഘടനയ്ക്കുമപ്പുറം ഒരു മൂവ്മെൻ്റാക്കി മാറ്റിയത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 24 ബൽഗാം സെഷൻ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ദണ്ഡി യാത്രയോട് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധാരണ ഗ്രാമത്തിലെ മനുഷ്യരിലേക്ക് കടന്നുചെല്ലാൻ കഴിഞ്ഞത്. കാരണം അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയം പറയാനുണ്ടായിരുന്നില്ല. നിങ്ങൾ ഹിന്ദു മുസ്ലിം മൈത്രി എന്നൊക്കെ പറയൂ, നോൺ കോപ്പറേഷൻ എന്ന് പറയൂ, സ്വരാജ് എന്ന് പറയൂ, പക്ഷേ ഇതൊന്നും സാധാരണക്കാരെ മനസ്സിനെ അങ്ങോട്ട് തട്ടിയിരുന്നില്ല. അവനെ തട്ടിയത് ഉപ്പ് എന്ന് പറയുന്ന ഒരു വാചകം ഗാന്ധിജി ഇട്ടുകൊടുക്കുന്നതോടുകൂടി ഉപ്പൊരു വലിയ രാഷ്ട്രീയ ബിംബമായി തീരുകയും അങ്ങനെ ദണ്ഡിയാത്രയിലൂടെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുകയുമാണ് ചെയ്തത്. നോക്കൂ, 2024 ബൽഗാം സെഷൻ വരുമ്പോൾ വളരെ പെട്ടെന്നൊരു മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തുകയാണ്. അമിത്ഷാ രാജ്യസഭയിലെ സമാപന സമ്മേളനത്തിൽ അംബേദ്കറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മുദ്രാവാക്യം ഉണ്ടാകുമായിരുന്നു, എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത് അടിസ്ഥാനമായ ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ മുദ്രാവാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്നാണ് ആ മുദ്രാവാക്യം. ഒരിടത്ത് ഗാന്ധിജിയുടെ ആശയങ്ങളും ഒരിടത്ത് അംബേദ്കറിൻ്റെ ആശയങ്ങളും ഭരണഘടനയുടെ
ഗാന്ധിജിയുടെ മൂല്യങ്ങളും ഒരുമിച്ചുകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആന്തരികമായി ഇവ തമ്മിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളിൽ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ജാതി സെൻസസുമായി പോകുമ്പോൾ ഗാന്ധി പിണങ്ങും. ഇനി ജാതി സെൻസസിൽ നിന്ന് മാറി നിങ്ങൾ ഭരണഘടനയുടെ തൊട്ട് പോകുന്ന സമയത്ത് ഗാന്ധി പിണങ്ങും. കാര്യം ഗാന്ധി വിഭാവനം ചെയ്ത രാഷ്ട്രീയമേ അല്ല ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവിടെ കുറച്ചുകൂടി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭരണവ്യവസ്ഥയാണ്. അപ്പോൾ ഇത് മൂന്നിനെയും തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളത് വളരെ സൈദ്ധാന്തികവും രാഷ്ട്രീയമായി വളരെ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതീകാത്മകമായ ഒരു ചടങ്ങെന്നതിനും അപ്പുറത്തേക്ക് ഈ ചടങ്ങിന് വലിയ പ്രാധാന്യം ഞാൻ കാണുന്നില്ല. പക്ഷേ സംഘടനാപരമായി മാറ്റമുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൽ വലിയ പ്രതീക്ഷ ഞാൻ കാണുന്നുണ്ട്. ഉദയ്പൂർ ചിന്താശിബിരിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ഉദയ്പൂർ ചിന്താശിബിരിൽ എന്താ അന്ന് ചിന്താശിബിർ കൂടാനുള്ള കാരണം G23 എന്ന് പറയുന്നൊരു വിമത വിഭാഗം ശക്തമായി നിൽക്കുന്ന സമയം, രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് അധികാരം വാർന്നു പോകുമോ എന്ന് സംശയിച്ചുകൊണ്ട് G23ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു ചിന്താശിബിരൻ. ആ ചിന്താശിബിരിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് KC വേണുഗോപാൽ പറയുന്നുണ്ട്. 7-ൽ 4 നടപ്പിലാക്കി. പക്ഷേ അന്ന് G23 വെട്ടാൻ വേണ്ടിയാണ് അവ കൊണ്ടുവന്നത് പലതും. അതിലേറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്ന് രാഷ്ട്രീയ ഈ കുടുംബ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ഒരു പ്രസ്താവനയായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഡൈലൂഷൻ കൊണ്ടുവന്നു. സജീവമായ 5 വർഷം രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഡൈലൂഷൻസ് നടക്കുന്നുണ്ട്. അതൊന്നുമില്ലാതെ ഒരു സംഘടനാപരമായിട്ടുള്ളൊരു പുനഃക്രമീകരണം നടത്താൻ സഹായിച്ചാൽ ഒരുപക്ഷെ 1924 ബൽഗാം സെഷൻ കൂടിയെങ്കിലും അതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങുന്നത് 1930-കൾക്ക് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 3-4 വർഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യൻ ജനതയുടെ സ്പന്ദനങ്ങൾ അറിയാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണോ ഗാന്ധിജി 1924 ബൽഗാമിൽ നടന്ന സെഷനിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മൂവ്മെൻറ്റ്, ഒരു പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വളർത്താൻ കഴിയുക എന്ന ശ്രമകരമായൊരു ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് അടിമുടി മാറ്റും. അത് ഏതെങ്കിലും തരത്തിൽ സംഘടനാ നേതൃത്വത്തെ മാറ്റിയതുകൊണ്ടല്ല, പകരം സംഘടനാ സംവിധാനത്തിലെ ആശയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുകൊണ്ട് വേണം സംസാരിക്കാൻ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അന്നത്തെ സ്വദേശി എന്നുള്ളത് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ആ സ്വദേശി എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഘടകവിരുദ്ധമായ ആ കാലഘട്ടത്തിൽ ആ ആശയം ആവശ്യമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ പട്ടിണിയിൽ നിൽക്കുന്ന സമയത്ത്, വിദേശ നാണ്യത്തിൽ കടം കയറിയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ലിബറലൈസേഷൻ എന്ന പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളെ നമ്മൾ അന്നേ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ആശയങ്ങൾ പിൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കാലഹരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രതീകാത്മകമായ ഗാന്ധിയെ മുന്നിൽ വയ്ക്കുന്നത് ചില ആശയങ്ങളെങ്കിലും ഗാന്ധിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുമോ? അതിലൊരു പ്രധാനപ്പെട്ട ആശയമായി ഇപ്പോഴും കോൺഗ്രസിനെ പരിശോധിക്കാവുന്നത് അതിനെ ഒരു പ്രസ്ഥാനമാക്കി പരിവർത്തനപ്പെടുത്തുക എന്നതാണ്. ആ പ്രസ്ഥാനമായി പരിവർത്തനപ്പെടുത്തേണ്ടതിന് വിവിധ NGOകളുമായിട്ട്, വിവിധ സാമൂഹിക സംഘടനകളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനൊക്കെ വരും വർഷങ്ങളിൽ സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തേണ്ടതുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് നടത്തിയ സംഘടനയുടെ പേരാണ് BJP. ആ രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിനും അപ്പുറം നടത്തുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ പോകാൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഞാൻ ഒരു സെഷനെ കൂടി പറയാം, അത് ആവടി സെഷനാണ്. നമ്മൾ സെഷനെ കുറിച്ച് പറയും. 1955 ആവടി സെഷനിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനമെടുക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിയിലേക്ക് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയത്തെ മാറ്റുന്നത്. പക്ഷേ പിന്നീട് ആ ആശയങ്ങൾ നമുക്ക് കൈവിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷം കൊണ്ടുവരുന്നൊരു വലിയ ഒരു മാറ്റമുണ്ട്. അത് 1956 ശേഷം വരുന്ന പഞ്ചവത്സര പദ്ധതികളാണ്. അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നെഹ്റു ക്ഷണിച്ചു വരുത്തുന്നത് ടിറ്റോയാണ്. സോവിയറ്റ് യൂണിയനിൽ പിന്നെ സന്ദർശനം നടത്തുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ 1955 ആവടി സെഷനിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്ര പ്രാധാന്യം ഉള്ള സെഷനുകളിൽ ബൽഗാം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സെഷൻ എന്ന് പറയുന്നത് ആവടി സെഷനാണ്. അപ്പോൾ ആവടി സെഷൻ്റെ മാതൃകയിൽ വളരെ ബ്രെയിൻ സ്റ്റോമിംഗ് ആയ ഒരു സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിഭാവനം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സെഷനാണ്. അമിത്ഷാ അങ്ങനെ ഒരു പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ഈ പറയുന്ന നീൽ ഭീം അവിടെ ജയ് ഭീം എന്നുള്ളത് കയറി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം അതിനുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. മാത്രവുമല്ല, രണ്ടാമത്തെ സെഷനും റാലിയും നിർഭാഗ്യവശാൽ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു കുഞ്ഞു കാര്യം കൂടി പറയാം. അന്നത്തെ സെഷനിൽ ഈ ഖീംജി റാവു എന്ന് പറയുന്ന ഒരു കരകൗശല വിദഗ്ധൻ ഗാന്ധിജിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹട്ട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഈ സെഷൻ നടക്കുന്ന സമയത്ത്. അന്ന് ഗാന്ധിജി ആ ഹട്ടിൽ താമസിക്കാൻ, ആ കുടിലിൽ താമസിക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഇത് 350 രൂപ കൊടുത്ത് നിർമ്മിച്ച ഹട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് വളരെ എക്സ്പെൻസീവായ ഹട്ടാണ്, അതൊരു കൊട്ടാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാനിത് കിടക്കുന്നില്ല, സാധാരണ ഡെലിഗേറ്റ് കിടക്കുന്ന ഒരു കൂടാരത്തിലേ കിടക്കുന്നുള്ളൂ എന്ന് ഗാന്ധിജി അന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് 1924 ഇന്ന് നടന്ന ബൽഗാവി സെഷനും അന്ന് നടന്ന ബൽഗാവി സെഷനും തമ്മിലുള്ള വ്യത്യാസം അതിൽ നിന്ന് പ്രകടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും ചില പ്രതീകാത്മകമായ സമ്മേളനങ്ങൾ രാഷ്ട്രീയത്തിന് ഊർജ്ജം പകരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു.
Meet the editors.